السلام عليكم ورحمة الله. كيف الحال؟ كيف حالك؟ كيف حالك؟ أيوة شري برنيولا. أيوة الحمد لله زين الحمد لله طيب. تروم بخشنا جو شريت له. درسنا في الدرس الماضي عن حامد وسالم. نعم، كان سالم وحامد في أين كان؟ في محطة القطار. نعم لا റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുള്ളത് അല്ലേ? كان سالم يبكي. نعم لماذا؟ സാലിം എന്തിനാ കരഞ്ഞിരുന്നത്? അയ്വാ അവന്റെ ഉപ്പയും ഉമ്മയും കാണാനില്ലല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? അവന് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു, ഫോൺ നമ്പറൊക്കെ വാങ്ങിയില്ലേ. ثم هاتف حامد إلى والد سالم. അങ്ങനെ ഫോൺ നമ്പർ കിട്ടിയല്ലേ. ഹാമിദ് മാഷ് സാലിമിന്റെ ഉപ്പാനെ ഫോൺ വിളിച്ചു. ആ ഫോണിലുള്ള സംഭാഷണമാണ് നമ്മൾ ഇന്നലെ എഴുതിയതില്ലേ. ഞാൻ വിചാരിച്ചതിലും എത്രയോ മികച്ച സംഭാഷണങ്ങളാണ് ഓരോരുത്തരും തയ്യാറാക്കിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, നല്ല മക്കളാക്കണം നിങ്ങൾ. അഹ്സൻതും, വെരി ഗുഡ്. അങ്ങനെ ബഅദൽ മുഹാതഫതി, ഫോൺ സംഭാഷണത്തിന് ശേഷം ജാഅ വാലിദു സാലിം ഇലാ മഹത്തത്തിൽ ഖിതാരി. അല്ലേ? അപ്പോ സാലിമിന്റെ ഉപ്പ അവന്റെ ഉമ്മയൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അപ്പൊ സാലിം സന്തോഷത്തില് അവരുപ്പാനങ്ങ് ചേർത്ത് പിടിച്ചു അല്ലേ? അപ്പോ ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ഹാമിദ് മാഷ് ഇങ്ങനെ നോക്കി കാണാണ് അല്ലേ. സാലിമും കണ്ണ് കാണാത്ത പാവം സാലിമും അവന്റെ ഉപ്പയും അവരൊക്കെ തമ്മിൽ കുറച്ചു നേരം കാണാതെ പിന്നെ കണ്ടുമുട്ടിയപ്പോൾ സന്തോഷമാണല്ലേ. അങ്ങനെ അവരെങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കാണ്. ആ സമയത്ത് അൻഷദ ഹാമിദുൻ നശീദതൻ ജമീലതൻ ഫഅൻഷദ നശീദതൻ ജമീലതൻ, എന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാട്ട് പാടി. അതാണ് അടുത്ത് നമുക്കിനി പഠിക്കാനുള്ളത്. ഉപ്പയെ കുറിച്ച് നല്ല മനോഹരമായൊരു കവിത നമുക്ക് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കവിത ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നമുക്കൊന്ന് കേട്ടു നോക്കല്ലേ. ആ കവിത നമുക്കൊന്ന് പാടി നോക്കാം. ശരി. يا أبي أنت حبيبي أنت أهل المكرمات أنت تسعى لسروري أنت تشقى لنجاتي يا أبي أنت حبيبي أنت أهل المكرمات أنت تسعى لسروري أنت تشقى لنجاتي ولي أمي كل فضل فهي روحي وحياتي أنتما ضوء السماء كالنجوم الساطعات ولي أمي كل فضل فهي روحي وحياتي أنتما ضوء السماء كالنجوم الساطعات لكما ما عشت حبي ودعائي في صلاتي. കേട്ടല്ലോ അല്ലേ? നല്ല മനോഹരമായ ഒരു കവിതയാണ് അല്ലേ? നമുക്ക് ഈ കവിത വ്യത്യസ്തമായ പല ഈണത്തിൽ നമുക്കിത് പാടാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതിന്റെ പുതിയ 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 രീതികൾ നിങ്ങൾ കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് മാഷി ക്ലാസ് കഴിയുന്നതിന് മുമ്പ് 2 രീതികൾ കൂടെ നിങ്ങൾക്ക് മാഷി കളിപ്പിച്ചു തരാം കേട്ടോ. ശരി, നമുക്കൊന്ന് നോക്കാം അല്ലെ എന്താണ് ആ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക്. യാ അബീ അൻത ഹബീബി, എന്റെ ഉപ്പ നിങ്ങളാണ് എന്റെ കൂട്ടുകാരൻ, നിങ്ങൾ എന്റെ സ്നേഹിതനാണ്. അൻത അഹ്ലുൽ മക്റുമാതി, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കാണ്. ഒരുപാട് അനുഗ്രഹങ്ങളുടെ ആളാണ് നിങ്ങൾ. അൻത തസ്ആ ലിസുറൂരി, എന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു, നിങ്ങൾ അധ്വാനിക്കുന്നു. അൻത തഷ്ഖാ ലിനജാതി, അൻത തഷ്ഖാ ലിനജാതി, നിങ്ങൾ ഉപ്പ നിങ്ങള് തഷ്ഖാ പ്രയാസപ്പെടുന്നു, ലിനജാതി എന്റെ വിജയത്തിന് വേണ്ടിയിട്ട്.
അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ വിജയത്തിന് വേണ്ടി നന്നായി പ്രയത്നിക്കുന്ന, അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളാണ് ആര്? നമ്മുടെ ഉപ്പ, അല്ലെ? നമ്മുടെ പിതാവ്, അല്ലേ? ബാക്കി പിന്നെന്താ പാടി നോക്കൂ. വലി ഉമ്മി കുല്ലു ഫളലിൻ, വലി ഉമ്മി കുല്ലു ഫളലിൻ, എന്റെ ഉമ്മാക്കാണ് എല്ലാ ക്രെഡിറ്റും, എല്ലാ ശ്രേഷ്ഠതയും എന്റെ ഉമ്മാക്കാണ്, അല്ലെ? ഉപ്പ മാത്രമല്ല, ഉമ്മയും നമുക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്, അല്ലേ? നമ്മൾ പറയില്ലേ, അതിന്റെ ക്രെഡിറ്റ് ഇങ്ങക്കാട്ടോ എന്ന് പറയില്ല. അങ്ങനെ എല്ലാ ക്രെഡിറ്റും ഉള്ള എന്റെ ഉമ്മ ആരാണ്? ഫഹിയ റൂഹി വഹയാതി, എന്റെ ജീവനാണ്. നമ്മൾ പറയില്ല, എന്റെ ജീവനാണ് എന്റെ ഉമ്മ എന്ന് പറയില്ലേ? എന്റെ ജീവനാണ്, എന്റെ ആത്മാവാണ് എന്റെ ഉമ്മ, അല്ലേ? അപ്പൊ അങ്ങനെ എല്ലാമായിട്ടുള്ള എന്റെ ഉമ്മ, നിങ്ങൾക്കാണ് എന്റെ എല്ലാ വിജയത്തിനും ക്രെഡിറ്റ്, നിങ്ങൾക്കാണ് എല്ലാ ഫളലും, നിങ്ങൾക്കാണ്. അൻതുമാ ലൗഉ സമാഇ, അൻതുമാ ലൗഉ സമാഇ, എന്റെ ഈ ജീവിതമാകുന്ന ആകാശത്തിലെ പ്രകാശമാണ് നിങ്ങൾ രണ്ടാളും. നിങ്ങൾ രണ്ടുപേരുമാണ് എന്റെ ജീവിതത്തിലെ പ്രകാശം. എങ്ങനെ? കന്നുജൂമിസ്സാത്തിആതി, നമ്മൾ നല്ല ഇരുട്ടുള്ള രാത്രിയിൽ ആകാശത്തേക്ക് നോക്കും, നല്ല തിളങ്ങുന്ന നക്ഷത്രം കാണും, അല്ലേ? നല്ല പ്രകാശിക്കുന്ന നക്ഷത്രം. അതുപോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ എന്റെ ജീവിതമാകുന്ന ആകാശത്തിൽ, അല്ലെ, എന്റെ പ്രകാശമാണ് നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന എന്റെ എല്ലാ വിജയങ്ങൾക്കും പുറകിലുള്ള എന്റെ ഉമ്മ, എന്റെ ഉപ്പ, അല്ലെ? എന്റെ ജീവിതത്തിൽ വെളിച്ചമായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും. ലകുമാ മാ ഇശ്തു ഹബ്ബി, ലകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്, മാ ഇശ്തു ഹബ്ബി, ഞാൻ ജീവിക്കുന്ന അത്രയും കാലം എന്റെ സ്നേഹം മുഴുവൻ നിങ്ങൾക്കാണ്. വദുആഇ ഫീ സ്വലാത്തി, എന്റെ ആരാധനകളിലുള്ള, എന്റെ നമസ്കാരങ്ങളിലുള്ള പ്രാർത്ഥനയും നിങ്ങൾക്കാണ്. ഞാൻ നിസ്കരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നോക്കൂ, നിങ്ങൾ എത്ര മനോഹരമായ ഒരു കവിത, അല്ലേ? ഇനി നമുക്ക് ഈ കവിത ഒന്നുകൂടെ കേട്ട് നോക്കാം കേട്ടോ. ഒന്നുകൂടെ കേട്ട് നോക്കൂ. യാ അബീ അൻത ഹബീബി അൻത അഹ്ലുൽ മക്റുമാതി അൻത തസ്അലി സുറൂരി അൻത തശ്ഖാലി നജാതി വലി ഉമ്മി കുല്ലു ഫളലിൻ ഫഹിയ റൂഹി വഹയാതി ഫഹിയ റൂഹി വഹയാതി അൻതുമാ ലൗഉ സമാഇ കന്നുജൂമി സാത്തിആതി ലകുമാ മാ ഇശ്തു ഹബ്ബി വദുആഇ ഫീ സ്വലാത്തി വദുആഇ ഫീ സ്വലാത്തി. ഓക്കെ, ഇനി നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. നമ്മളെ കവിത കാണുന്നുണ്ടല്ലോ, അല്ലെ? ഇനി നിങ്ങളൊന്ന് പാടി നോക്കൂ. ഇപ്പൊ നമ്മൾ 2 രീതി കേട്ടില്ലേ? ഇനി നിങ്ങളൊന്ന് പാടി നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി നിങ്ങളൊന്ന് പാടി നോക്കുക. 1, 2, 3 തവണ പാടി നോക്കൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതികൾ കിട്ടും. ഓക്കെ, ഒന്ന് പാടി നോക്കൂ. ശരി, നല്ല ഭംഗിയുള്ള പാട്ടാണ്, അല്ലേ? നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്, ഒരു കവിതയാണ്, അല്ലേ? നമുക്കിതിന്റെ വ്യത്യസ്തമായിട്ടുള്ള വേറെ രീതി കേട്ടു നോക്കിയാലോ, അല്ലെ? ഒന്നുകൂടെ നല്ല ഭംഗിയുള്ള ഒരു രീതി കേട്ടു നോക്കാം നമുക്ക്, അല്ലെ? നമ്മൾ ഇതിലെ കേൾക്കാത്ത വേറെ പുതുമയുള്ള രീതി കേട്ടു നോക്കാം. ഓക്കെ, കേട്ടു നോക്കാം. യാ അബീ അൻത ഹബീബി അൻത അഹ്ലുൽ മക്റുമാതി അൻത തസ്അലി സുറൂരി അൻത തശ്ഖാലി നജാതി വലി ഉമ്മി കുല്ലു ഫളലിൻ ഫഹിയ റൂഹി വഹയാതി അൻതുമാ ലൗഉ സമാഇ കന്നുജൂമി സാത്തിആതി ലകുമാ മാ ഇശ്തു ഹബ്ബി വദുആഇ ഫീ സ്വലാത്തി ലകുമാ മാ ഇശ്തു ഹബ്ബി വദുആഇ ഫീ സ്വലാത്തി. ഓക്കെ, കേട്ടല്ലോ, അല്ലേ?
നല്ല വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഇപ്പൊ നമ്മൾ കേട്ടു. ഇനിയിപ്പോ നിങ്ങളൊക്കെ വളരെ ഉഷാറാണ്, നിങ്ങളൊക്കെ മിടുക്കന്മാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ഇനി നിങ്ങൾ പാടി നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായ ഈണങ്ങൾ കിട്ടും അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇത് പാടി 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 പഠിക്കട്ടെ. വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളിങ്ങനെ പാടി നോക്കുക. ശരി, അതിന് താഴെ നമുക്ക് ചെറിയൊരു വർക്ക് നമുക്കും ചെയ്ത് നോക്കല്ലേ. തൊട്ട് താഴെ നമുക്ക് ചെറിയൊരു വർക്ക് ഉണ്ടോ നോക്കാം. നമുക്ക് അവിടെ ഒരു 4 ജുംലകൾ കൊടുത്തിട്ടുണ്ട്, വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ആ ജുംല വായിച്ചിട്ട് ആ ജുംലയുടെ അതേ ആശയം വരുന്ന വരി ഇപ്പൊ നമ്മൾ വായിച്ച കവിതയിൽ ഏത് വരിയാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ജുംല നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽ അബു യഅമലു ലിസുറൂരി വലദിഹി. ഒരു ഉപ്പ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, പണിയെടുക്കുന്നു. ഈ അർത്ഥം വരുന്ന വരി ഏതാണെന്ന് കണ്ടെത്താനാണ്. എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നാമത്തെ ജുംല എഴുതുക, അതിന്റെ നേരെ ഈ അർത്ഥം വരുന്ന വരി നിങ്ങൾ താഴെ എഴുതി വെക്കുക. ഓക്കെ, രണ്ടാമത്തെ വാചകം നോക്കുക. നമ്മൾ അൽ അബു ഹബീബുൻ ഇൻദി. അൽ അബു ഹബീബുൻ ഇൻദി. എന്റെ ഉപ്പ എനിക്ക് വളരെയധികം സ്നേഹമുള്ളവരാണ് അല്ലെ, എനിക്ക് വളരെ സ്നേഹമുള്ളയാളാണ് എന്റെ ഉപ്പ. ഏത് വരിയിലാണ് ആ ആശയം വരുന്നത് എന്നാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. അൽ ഉമ്മു റൂഹി വഹയാതി. ഉമ്മ എന്റെ ജീവനാണ്, എന്റെ ആത്മാവാണ്, എന്റെ ജീവിതമാണ്, എന്റെ ആത്മാവാണ് അല്ലെ. നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ആ വരി നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ, എഴുതി വെക്കട്ടോ. അവസാനത്ത് നോക്കൂ. അൽ ഉമ്മു വൽ അബു കന്നുജൂമി സാതിആതി. അൽ ഉമ്മു വൽ അബു കന്നുജൂമി സാതിആതി. തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് ഉമ്മയും ഉപ്പയും. അപ്പൊ ഇങ്ങനെ 4 ജുംലകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ജുംലയിലും യോജിക്കുന്ന വരി, ആ ആശയം വരുന്ന വരി ഏതാന്നുള്ളത് കണ്ടെത്തി എഴുതാനാണ് ഉള്ളത്. വലിയ പ്രയാസമുള്ളതൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കട്ടെ. ഓരോ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്നതാണ് നമുക്കുള്ള വർക്ക്. മനോഹരമായ ഒരു കവിത നമ്മൾ പഠിച്ചില്ലേ, നമുക്കൊരു കവിത ഉണ്ടാക്കി നോക്കണ്ടേ? സിമ്പിൾ ആയിട്ട് അല്ലെ, വളരെ ലളിതമായിട്ടൊരു കവിത നമുക്ക് ഉണ്ടാക്കി നോക്കാം. തൊട്ട് താഴെ കൊടുത്തു നോക്കാം, അവിടെ 2 വരി കവിത കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഉണ്ടാക്കാനാണ്. ഒന്ന് നോക്കൂ നിങ്ങൾ അല്ലേ, ഒന്ന് നോക്കൂ. انظر انظر ببغائي فوق الشجر ببغائي يأكل موزا ببغائي يشرب لبنا ببغائي. ബബഗാ കേട്ടിട്ടില്ലേ? ബബഗാഉൻ. അയ്യോ, ബബഗാഉൻ തത്ത അല്ലേ, ഒരു പക്ഷിയെ കുറിച്ചുള്ള ഒരു ചെറിയ 2 വരി കവിതയാണ്. ഉൻളുർ ഉൻളുർ ബബഗായി. എന്റെ ബബഗായിനെ നോക്കൂ. ഉൻളുർ ഉൻളുർ, എന്റെ ബബഗായിനെ നോക്കൂ. ബബഗായി എവിടെ ഉണ്ടാവുക? ഫൗഖ ശജരി ബബഗായി. എവിടെ ഉണ്ടാവുക? ഫൗഖ ശജരി ബബഗായി. മരത്തിന്റെ മുകളിൽ അല്ലേ, അല്ലെ? മരത്തിന്റെ മുകളിൽ ഇരിക്കല്ലേ, മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. മരത്തിന്റെ മുകളിലുണ്ട് ആര്? ബബഗായി, എന്റെ തത്ത. യഅകുലു മൗസൻ ബബഗായി. അകല യഅകുലു, യഅകുലു കഴിക്കുന്നു അല്ലെ. എന്ത് കഴിക്കുന്നു? മൗസുൻ, മൗസ്. മൗസ് പറഞ്ഞാല് പഴം. യഅകുലു മൗസൻ, പഴം കഴിക്കുന്നു. ആര്? ബബഗായിലെ, എന്റെ ബബഗായി പഴം കഴിക്കുന്നുണ്ട്. യശ്റബു ലബനൻ ബബഗായി. യശ്റബു ലബനൻ ബബഗായി. യശ്റബു, യശ്റബു അയ്വ കുടിക്കുന്നു അല്ലെ. എന്റെ ബബഗായി കുടിക്കുന്ന എന്താണ്? ലബനുൻ അയ്വ, അയ്വ പാല് അല്ലേ. അപ്പൊ നോക്കൂ നിങ്ങള്, പക്ഷിയെ പറഞ്ഞു, പക്ഷി ഉള്ളത് എവിടെയെന്ന് പറഞ്ഞു, പക്ഷി കഴിക്കുന്നത് പറഞ്ഞു, പക്ഷി കുടിക്കുന്നത് പറഞ്ഞു. ഇനി ഇതുപോലെ ഒരു 3 കവിത നമ്മൾ ഉണ്ടാക്കാനാണ്. അവിടെ ഉണ്ട്, കുറച്ച് ഭാഗങ്ങൾ ഉണ്ട്, അത് ബാക്കി പൂരിപ്പിക്കാനാണ് അല്ലെ. താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഒന്നാമത്തെ വരി ഡാഷ് അല്ലേ, അവിടെ കൊടുത്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ആരെ പറ്റിയാ പറയുന്നത് പറഞ്ഞിട്ടില്ല. തൊട്ട് ശേഷമുള്ള ഭാഗം നോക്കുക, അപ്പൊ മനസ്സിലാവും. ഫൗഖൽ ഹുസ്നി ഉസ്ഫൂരി. ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ കുരുവി, ഹുസ്ന എന്ന് പറഞ്ഞാൽ കൊമ്പ്. ഫൗഖൽ ഹുസ്നി ഉസ്ഫൂരി. മരത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ കൊമ്പിന്റെ മുകളിൽ, ചില്ലക്ക് മുകളിൽ ആരുണ്ട്? എന്റെ കുരുവിയുണ്ട്. നേരത്തെ പറഞ്ഞു മരത്തിന് മുകളിൽ എന്റെ തത്തയുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ ആദ്യത്തെ വരി എന്തായിരുന്നു? ഒന്നൂർ ഒന്നൂർ ബബഗായി. അപ്പൊ ഇവിടെ പറഞ്ഞു
കൊമ്പിന് മുകളിൽ എന്റെ കുരുവിയുണ്ട്. അപ്പൊ എന്തായിരിക്കും ആദ്യത്തെ വരി? അയ്യ, വെരി ഗുഡ്, നിങ്ങളൊക്കെ വളരെ ഉഷാറാണ് കേട്ടോ. മോനെന്താ പറഞ്ഞത്? അയ്യ, വാവ്, നിങ്ങളൊന്നും ഞാൻ വിചാരിച്ച എത്രയോ ടോപ്പാണ് നിങ്ങളൊക്കെ, വളരെ ഉഷാറാണ്. ഓക്കെ, അതാ മോള് പാടുന്നുണ്ടല്ലോ, ഉറക്കെ പാടും മോളെ, ഉറക്കെ ഉറക്കെ. അയ്യ, انظر انظر عصفوري فوق الغصن عصفوري يأكل ثمرا عصفوري يشرب ماء عصفوري. ഉസ്ഫൂർ കഴിക്കുന്ന എന്താണ്? ഉസ്ഫൂരി, എന്റെ ഉസ്ഫൂർ കഴിക്കുന്നത് സമറുൻ. അയ്യോ, ഫലം. പഴങ്ങൾക്ക് നമ്മൾ പൊതുവായി പറയുന്ന പേരല്ലേ, എല്ലാ പഴങ്ങൾക്കും പൊതുവായി പറയുന്ന പേരാണ് സമറുൻ. ഓക്കെ, എന്താ കുടിക്കുന്നത്? മാ അൻ യശ്റബു മാ അൻ, വെള്ളം കുടിക്കുന്നുണ്ട് അല്ലേ, വെള്ളം കുടിക്കുന്നുണ്ട് എന്റെ കുരുവി. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉണ്ടാക്കി നോക്കില്ല അവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് പക്ഷികളെ കുറിച്ചില്ലേ, ബബഗാഇനെ കുറിച്ചും ഉസ്ഫൂറിനെ കുറിച്ചും. ബബഗാഇനെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്, ഉസ്ഫൂറിനെ കുറിച്ച് ചെറിയൊരു ഭാഗം നമ്മൾ പൂരിപ്പിച്ചു. ഇനി നമുക്ക് രണ്ട് ജീവികളെ കുറിച്ച് കൂടെ ഈ രണ്ട് വരി നമുക്ക് ഉണ്ടാക്കാറുണ്ട്. അടുത്ത് നോക്കൂ, ഡാഷ് അല്ലെ പൂരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം നോക്കൂ, തഹ്ത ശജരി താഊസി. താഊസിന് അറിയില്ലേ? താഊസുൻ, അയ്യ, താഊസാണ് അല്ലേ, മയില് അല്ലെ, മയില്. മയിലിനെ കുറിച്ചാണ് അടുത്ത രണ്ട് വരി. അവിടെ ബാക്കി കൊടുത്തിട്ടില്ല. യഅ്കുലു ഹബ്ബൻ, ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യം, ധാന്യം കഴിക്കുന്നു. പിന്നെ കുടിക്കുന്നത് പറഞ്ഞിട്ടില്ല. മയിലിന്റെ പ്രത്യേകത എന്താണ്? മയിലിന്റെ പ്രത്യേകത എന്താ? അയ്യോ അല്ലെ, നല്ല വിരിച്ച് അല്ലെ, ഞങ്ങളെ പീലൊക്കെ വിടർത്തി നല്ല ഭംഗിയിൽ യർഖുസു, അയ്യോ നൃത്തം ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു അല്ലെ. യർഖുസു ദൗമൻ, എപ്പോഴും നൃത്തം ചെയ്യുന്നു. ആര്? അവിടെ ശേഷം പൂരിപ്പിച്ചു വെക്കുക കേട്ടോ. അപ്പോ രണ്ട് വരി അവിടെ ആയില്ലേ. അങ്ങനെ മൂന്നാമത്തെ ജീവിയെ കുറിച്ചും നമുക്ക് എഴുതാൻ പറ്റും. അവസാനത്തെ നോക്കൂ നിങ്ങള്. ഒന്നാമത്തെ ഭാഗം ഡാഷ്, രണ്ടാമത്തെ ഭാഗം ഐന്ദൽ ഹഖ്ലി. ഹഖ്ൽ എന്ന് പറഞ്ഞാൽ വയല്. വയലിന്റെ അടുത്ത് ആരുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത വരി നോക്കൂ, അവിടെയും ഡാഷ് പൂരിപ്പിക്കാനാണ്. അവസാന വാക്ക് കൊടുത്തിട്ടുണ്ട് ഉൽജൂമി. ഉൽജൂം എന്ന് പറഞ്ഞാൽ ആരാണ്? അതിന് വേറെ പേരുണ്ട് അറബിയിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ലിഫ്ദിഅൻ കേട്ടിട്ടുണ്ടോ? ലിഫ്ദിഅൻ, തവള. ബബഗായിനെ കുറിച്ച് നമ്മൾ എഴുതി, ഉസ്ഫൂറിനെ കുറിച്ച് നമ്മൾ എഴുതി. ഇനി നമ്മൾ ത്വാഊസിനെ കുറിച്ചും ഉൽജൂമിനെ കുറിച്ചും നമ്മൾ രണ്ട് വരി വീതം നമ്മൾ കവിത നമ്മൾ എഴുതുന്നു. നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ നമ്മൾ ടീച്ചർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാഷ്ക്ക് അയച്ചു തരാം കേട്ടോ. മാഷ് നമ്പർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതാൻ കഴിയുന്നവരാണ് നിങ്ങളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഈണത്തിൽ പാടാനും നല്ല നല്ല കവിതകൾ എഴുതാനും കഴിവുള്ള മിടുക്കന്മാരും മിടുക്കികളുമാണ് നിങ്ങളൊക്കെ അല്ലെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നിങ്ങളുടെ മനോഹരമായി കവിതയൊക്കെ കേട്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങാം നമുക്ക് അല്ലെ. ഓക്കെ, ശരി, മഅസ്സലാമ.